ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ നാട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് എടപ്പള്ളിക്ക് ഇന്നലെ പോന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മയും ചെക്കപ്പിന് വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റലിൽ പോയേക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ നേരെ അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ അവിടെ പോണേക്ക് മുമ്പ് ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയി എറണാകുളം എത്തിയപ്പോൾ. അപ്പോൾ എന്നാൽ ഫുഡ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരാപ്പുഴ റോഡിൽ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുടുംബശ്രീ ഗ്രൂപ്പുകൾ നടത്തുന്ന 2 സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണത്തിലാട്ടോ ഞങ്ങൾ കയറിയത്. പെരിയാർ റെസ്റ്റോറൻറ്റ്. നല്ല സൂപ്പർ ആംബിയൻസും സൂപ്പർ ഫുഡും ആട്ടോ. അപ്പോൾ ഞാനും ജിജുവും ഇടയ്ക്ക് അങ്ങനെ കയറിയിട്ടുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോണ വഴിക്കൊക്കെ. കുട്ടികൾ ആദ്യമായിട്ടാട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല അവിടുത്തെ ഫുഡുകൾ എല്ലാം. എന്താ പറയുക, ഫിഷും പ്രോണും പിന്നെ സ്ക്വിഡ് ഫ്രൈയും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായി അവിടെ എത്തിയപ്പോൾ. ഒരു 1:30-2 മണി ആകാറായി. അതുകൊണ്ട് കുറച്ച് ഐറ്റംസൊക്കെ തീർന്നായിരുന്നു കേട്ടോ. എന്നാലും കിട്ടിയ ഐറ്റംസൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ 41 ദിവസത്തെ വ്രതം ആയതുകൊണ്ട് ഞാൻ പച്ചക്കറി ആട്ടാ കഴിച്ചേ. സാമ്പാറും തോരനും ഒക്കെ, അതും സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിള്ളേരാണെങ്കിലും ഇനിയും വരണമെന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസുമാണ്. നമ്മുടെ പെരിയാർ റിവറിൻ്റെ തീരത്താണ്. അപ്പോൾ നമുക്ക് പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. നല്ല റഷായിരുന്നു. ആ സമയമായിട്ടും വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്ന് ചെന്നാലും അവിടെ തിരക്കായിരിക്കും കേട്ടോ. നല്ല ഫ്രഷ് മീനും ഒക്കെ ആയിരിക്കും കേട്ടോ അവിടെ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ചാൻസ് കിട്ടുമ്പോൾ ആ വഴി പോകുന്നെങ്കിൽ ഈ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വൈഷ്ണവിന് നല്ല ഇഷ്ടമായി. പ്രോൺ ഫ്രൈയും സ്ക്വിഡ് ഫ്രൈയും ഒക്കെ കേട്ടോ. അത് കഴിഞ്ഞ് അവർ ലാസ്റ്റ് പായസം കൊണ്ടുവന്ന് തന്നു കേട്ടോ. നല്ല കുറുകിയ സേമിയ പായസം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് ലേഡീസാണ് കൂടുതലും അവിടുത്തെ സ്റ്റാഫ്. നല്ല പെരുമാറ്റമൊക്കെയാണ് അവരുടെയൊക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും പോകാൻ തോന്നും കേട്ടോ. റഷ് ഉണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും സീറ്റ് ലഭിക്കും കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക ചെയ്ത് കേട്ടോ.